അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്കിലെ സുആൽ ജവാബിലേക്ക് ഒമാനിലെ സലാലയിൽ നിന്ന് സുബൈർ വടകര അയച്ചിട്ടുള്ള ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം നാട്ടിൽ പല മഹല്ലുകളിലും കണ്ടുവരുന്ന ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ചാണ്. സംഘടിതമായി ഉൽഹിയ്യത്ത് നടത്തുന്ന മഹല്ല് കമ്മിറ്റിക്കാർ ഒരു നിശ്ചിത സംഖ്യ നിശ്ചയിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരേ വിഹിതമാണ് നിശ്ചയിക്കുന്നത്. ഇതിന്റെ വിധി എന്താണ് എന്നതാണ്. അതായത് ഒരു മഹല്ലിൽ 10 മൃഗങ്ങളെ ഉൽഹിയ്യത്ത് അറക്കുന്നുണ്ടെങ്കിൽ 70 ആളുകൾ അതിൽ പങ്കാളികളാകുന്നു എന്ന് വിചാരിക്കുക. 10 × 7 70. എല്ലാ ഓഹരിക്കും 5000 രൂപ. ഇങ്ങനെ വരുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ലെങ്കിൽ ഇത് അനുവദനീയമാണോ? ഇത് ഉൽഹിയ്യത്താകുമോ? ഇത് ഒറ്റവാക്കിൽ അതിനുള്ള മറുപടി ഇത് ഉൽഹിയ്യത്താവുകയില്ല എന്നതാണ്. സാധാരണഗതിയിൽ മുമ്പും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ നല്ല ഒരു ഉരുവിനെ ആടോ അല്ലെങ്കിൽ പോത്തോ കച്ചവടക്കാരും അല്ലാത്തവരുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വീതം വെച്ച് അറക്കാറുണ്ട്. ഒരു വലിയ മൃഗമാണെങ്കിൽ അതിൽ 10 50 ആളുകൾ പങ്കാളികളാകുന്നു. എല്ലാവർക്കും ഒരേ വില, എല്ലാവർക്കും ഒരേ തൂക്കം മാംസവും ലഭിക്കുന്നു. ഇതിങ്ങനെ കർക്കിടകത്തിൽ ജീരകമരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയാണ് ഇത്തരം അറവ് നടക്കാറുള്ളത്. ഇന്നും നാട്ടിൻപുറങ്ങളിൽ അത് കാണാം. ഇതുപോലുള്ള ഒരു സമ്പ്രദായമായി മാത്രമേ ഈ ഉൽഹിയ്യത്ത് എന്ന ഈ കാട്ടിക്കൂട്ടലിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത് അറവ് നടത്തുന്നവന്റെയും അതിന് ഏർപ്പാടാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന കമ്മിറ്റിക്കാരന്റെയും സംഘടിതമാക്കിയതിന്റെയും എല്ലാം തകരാറുകളാണ്. അറവ് നടത്തുന്നവന്റെ ഇഖ്ലാസില്ലായ്മയാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഞാൻ ഉൽഹിയ്യത്ത് നടത്തണം, അതിനെനിക്കൊരു മൃഗത്തെ കണ്ടെത്തണം, അത് ഇന്ന മൃഗമായിരിക്കണം എന്നതൊന്നും അയാൾ ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ അറവ് നടത്തുന്നതിന്റെ മുമ്പ് പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ അറവ് നടത്തി മാംസവും കൊണ്ടുവന്ന് തിന്ന് പിന്നെയും കുറെ കഴിഞ്ഞ് കമ്മിറ്റിക്കാരൻ പിന്നാലെ കൂടുമ്പോൾ മാത്രമാണ് അതിന്റെ പണം കൊടുത്തു തീർക്കുന്നത്. ആർക്കോ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഒരു ഏർപ്പാടായി ഉൽഹിയ്യത്ത് മാറിയിട്ടുണ്ട് പലയിടങ്ങളിലും, അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അല്പം പണം കൊടുക്കാം, എനിക്ക് എന്റെ മാംസത്തിന്റെ പൊതി വീട്ടിലെത്തിയാൽ മതി എന്ന അലസന്മാരായ ആളുകളാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഉൽഹിയ്യത്തിൽ പങ്കെടുത്തു, എനിക്ക് മാംസം കിട്ടിയോ മാംസം കിട്ടി, ബാക്കി എന്തായി എന്നത് അയാളുടെ വിഷയമേ അല്ല. രണ്ടാമത്തേത് ഉൽഹിയ്യത്ത് സംഘടിതമാക്കിയതിന്റെ തകരാറാണ്. ഇന്ന് പല മഹല്ലുകളിലും ഭൂരിഭാഗം മഹല്ലുകളിലും സംഘടിത ഉൽഹിയ്യത്താണ്. എന്നാൽ ഇങ്ങനെ ഒരു ഏർപ്പാട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഉൽഹിയ്യത്ത് അത് നടത്തുന്ന ആൾ അയാളുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് സൗകര്യപ്പെടുത്ത സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്നു. ഒരാൾക്ക് സ്വന്തമായി അറക്കാൻ കഴിയാതിരുന്നാൽ അതിനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ 7 വരെ പങ്കാളികളാകാം, അതിൽ കുറവുമാകാം. പങ്കാളിത്തത്തോടുകൂടി അറവ് നടത്തുക എന്നുള്ളത് അത് സ്വന്തമായി കഴിവില്ലാത്ത ആളുകൾക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? ഒറ്റക്കറക്കലാണോ അതല്ല പങ്കാളിത്തോടുകൂടി അറക്കലാണോ? അത് ഒറ്റക്കുള്ള അറവാണ് എന്ന് നമുക്ക് കാണാം. അതും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏറ്റവും ശ്രേഷ്ഠം ഒട്ടകത്തെ അറക്കലാണ്. അതിന് സാധ്യമല്ലാത്തവർക്ക് ഒരു മാട് വർഗത്തിൽപ്പെട്ടതിനെ അറക്കലാണ്. അതായത് പശുവോ മൂരിയോ പോത്തോ അതുപോലുള്ളവ. അതിനും സാധ്യമല്ലാത്ത ആൾക്ക് ഒരു ആടിനെ അറക്കുക, അതാണ് ശ്രേഷ്ഠം. അതിനേക്കാൾ താഴെയാണ് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി 7 വരെ ആകാവുന്ന പങ്കാളിത്തത്തോടു കൂടിയുള്ള അറവ് എന്ന് പറയുന്നത്. ചില ആളുകൾ സംഘടിതമായി അറക്കണം എന്നതിന് എന്നോട് തന്നെ നേരിട്ട് തർക്കിച്ചത് എനിക്കറിയാം. സംഘടിതമായാണ് ഉൽഹിയ്യത്ത് നടത്തേണ്ടത്, അതുകൊണ്ടല്ലേ 7 ആളുകൾ കൂടി അറക്കണം എന്ന് പറഞ്ഞത്. ഇത് സാധാരണക്കാരൻ പറഞ്ഞതല്ല, പണ്ഡിതന്മാരായി ഗണിക്കപ്പെടുന്ന ആളുകൾ പറഞ്ഞ ഒരു ന്യായമാണ്. എന്നാൽ അത് കൃത്യമായി അറിവില്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും ശ്രേഷ്ഠം ഒറ്റക്കറക്കലാണ്. അപ്പൊ ഈ എല്ലാം സംഘടിതമാക്കുക എന്ന സംഘടനക്കാരുടെ താല്പര്യത്തിന്റെ ഭാഗമായാണ് സംഘടിത അറവ് വന്നിട്ടുള്ളത്. ഒരു മഹല്ലിലെ ഒരാൾ അയാളുടെ വീട്ടിൽ വെച്ച് അയാൾക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ച് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഏതാനും ആളുകൾ ചേർന്ന് അങ്ങനെ അറവ് നടത്തിയാൽ ഇവൻ ഒറ്റപ്പെട്ടവനായി ഗണിക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് നാട്ടിലുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കമ്മിറ്റിക്കാരന്റെ കാട്ടിക്കൂട്ടലാണ്. സംഘടിതമായി ഉൽഹിയ്യത്ത് നടത്തും, ഇത്ര ചാക്ക് സക്കാത്തിന്റെ അരിവാരി, ഇത്ര പണം സക്കാത്തായി ശേഖരിച്ചു എന്നൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത്രത്തിനെ ബലിയറുത്തു എന്ന കണക്കും, ഇനി ആളുകൾ ഏൽപ്പിച്ചത് എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി ഈ കാര്യം നിർവഹിച്ചിരിക്കുന്നു എന്നതിനു വേണ്ടിയും ചെയ്തു കൂട്ടുന്ന
കാര്യങ്ങളായിട്ടല്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം അവന്റേതല്ല, ആളുകളുടെ പണമാണ്. അപ്പൊ അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെ ഈ അറവ് നടത്തുന്നവനും അത് ഏൽപ്പിക്കപ്പെട്ട് അത് ഏറ്റെടുക്കുന്ന കമ്മിറ്റിക്കാരനും മഹല്ലുകാരും ഇതൊരു ഇബാദത്താണെന്നും ഇത് കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നും അതിൻ്റെതായ മാർഗങ്ങളുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതൊരു ശരിയായ ഇബാദത്തായി മാറുകയുള്ളൂ. ഇനി ഇത് ശരിയായ ഉളുഹിയ്യത്തല്ല എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളത് 7 വരെ ആളുകൾക്ക് ഒട്ടകത്തിലോ മാടുവർഗത്തിൽപ്പെട്ട മൃഗങ്ങളിലോ പങ്കാളിത്തമാകാം എന്നതാണ്. ആടിൽ പങ്കാളിത്തം പാടില്ല. അത് ഒരാൾ ഒറ്റക്ക് തന്നെ നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ 10 മൃഗത്തെ വാങ്ങുന്നു, അതിൽ 70 ആളുകൾ പങ്കാളിയാകുന്നു, എല്ലാവർക്കും എല്ലാ മൃഗത്തിനും എല്ലാ ഓഹരിക്കും ഒരേ വില എന്ന് പറയുമ്പോൾ ഒന്നിൽ 7 ആളുകൾ പങ്കാളികളാവുകയല്ല, 10 എണ്ണത്തിൽ 70 ആളുകൾ പങ്കാളികളാകുന്നു. ആരുടേതാണ് ഒരു മൃഗം, ആരുടേതാണ് അല്ലെങ്കിൽ എന്റെ വിഹിതം ഏതിലാണ് എന്ന് ആർക്കും അറിയില്ല. ഇത് സൗകര്യമാണ്. കുറെ മൃഗങ്ങളെ വാങ്ങി എല്ലാവരോടും ഒരേ പണം വാങ്ങി എല്ലാവർക്കും ഒന്നായി തൂക്കി മൊത്തം തൂക്കത്തിനനുസരിച്ച് അതിന്റെ മാംസം അതേപോലെ വിതരണം ചെയ്യുമ്പോൾ ഇത് കമ്മിറ്റിക്കാരനും പണം പിരിക്കാനും അറവ് നടത്താനും എല്ലാം എളുപ്പമാണ്. പക്ഷേ അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല. ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ച പങ്കാളിത്തത്തിന്റെ രീതി തകിടം മറിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നബി പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോൾ ഓരോ മൃഗത്തിനും എല്ലാ മൃഗവും ഒരുപോലെയാവുകയില്ല, എല്ലാറ്റിനും ഒരേ വിലയാവുകയില്ല, എല്ലാറ്റിനും ഒരേ തൂക്കമാവുകയില്ല. അപ്പൊ ഓരോന്നിനും വേറെ വേറെ വിലക്കെട്ടി അതിൽ ഒരു മൃഗത്തിൽ ഇത്ര ആളുകൾ എന്ന് കണക്കാക്കി അതിന് ഇത്ര പൈസ എന്ന് കണക്കാക്കുമ്പോൾ അങ്ങനെ പണം പിരിച്ചെടുക്കാൻ അല്പം പ്രയാസമുണ്ടാകും. കണക്ക് വേറെ വേറെ സൂക്ഷിക്കണം. ഇനി അറവ് നടത്തുമ്പോൾ ഓരോ മൃഗത്തെയും അറുത്ത് അതാത് മൃഗത്തിലെ പങ്കാളികളായ ആളുകൾക്ക് അതിന്റെ മാംസം നൽകണം. അതും അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറെ ആളുകളെ പങ്കു ചേർക്കുന്നു, എല്ലാവരോടും ഒരേ പൈസ വാങ്ങുന്നു, എല്ലാ മാംസവും കൂട്ടിക്കലർത്തി എല്ലാവർക്കും നൽകുന്നു. ഇവിടെ ഈ പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ച പങ്കാളിത്ത വ്യവസ്ഥ തന്നെ തകരാറിലാകുന്നു. രണ്ടാമത്തേത് അവനവൻ അറുത്ത മൃഗത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കുക എന്നത് ഇവിടെ നടപ്പിലാകുന്നില്ല. അവന് കിട്ടുന്നത് ഏതോ മൃഗത്തിന്റെ മാംസമാകാം. ഒരു മൃഗത്തെ 7 ആളുകൾ വരെ പങ്കാളികളായി അതിനറുത്ത് അതിന്റെ മാംസം അതിൽ പങ്കെടുത്ത 7 ആളുകൾ എത്രയാണോ ഓഹരിക്കാർ അവർക്ക് നൽകുമ്പോൾ അവർക്ക് അതിന്റെ മാംസം തിന്നുക എന്ന ഒരു സുന്നത്ത് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള തകരാറുകളെല്ലാം ഇതിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഉളുഹിയ്യത്തായി പരിഗണിക്കാനേ കഴിയുകയില്ല. കമ്മിറ്റിക്കാരും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ഈ കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് നാട്ടിൽ പല മഹല്ലുകളിലും ഇത് നടന്നുവരുന്നു. അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്താൽ പോലും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത വിധം ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നതുകൂടി നാം മനസ്സിലാക്കണം. എന്നാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ രീതിയിൽ പല മഹല്ലുകളിലും മുമ്പ് മുതൽക്കേ ഉളുഹിയ്യത്ത് നടന്നു വരുന്നുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ രീതി ഇപ്രകാരമാണ്. സ്വന്തമായി അറുക്കാൻ കഴിയുന്നവൻ സ്വന്തമായി ഒരു മൃഗത്തെ വാങ്ങുന്നു. സ്വന്തമായി അറുക്കാൻ കഴിയാത്തവർ എത്ര ആളുകൾക്ക് ഷെയർ കൂടി ഇറക്കാൻ പറ്റുമോ 7 അധികമാകാത്ത ഷെയറുകാർ ചേർന്ന് മൃഗത്തെ വാങ്ങി അറവ് നടത്തുന്നു. ഇനി അതിനും കഴിയാത്ത ആളുകൾ മഹല്ല് കമ്മിറ്റിക്കാർ പണം ശേഖരിക്കുന്നു. അവർ മൃഗത്തെ വാങ്ങുന്നു. ഓരോന്നിനും അതിൻ്റെതായ വില നിശ്ചയിക്കുന്നു. കാരണം എല്ലാം ഒരേ രൂപത്തിലുള്ളതോ ഒരേ തൂക്കമുള്ളതോ ആവുകയില്ല. അപ്പൊ വ്യത്യസ്ത വിലകളായിരിക്കും. ഓരോന്നിന്റെയും യഥാർത്ഥ വില എന്താണോ വ്യത്യസ്ത വിലകൾ നിശ്ചയിച്ച് ഷെയറുകാരോട് നിങ്ങളുടെ ഓഹരി ഈ മൃഗത്തിലാണ്, അതിന് ഇത്ര വില വരും എന്ന് പറയുകയും ആളുകളെ അതാത് മൃഗങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നു. അറവ് നടത്തുമ്പോൾ അവനവൻ ഷെയർ ചേർന്ന മൃഗത്തിൽ നിന്ന് ഉള്ള മാംസം അവർക്ക് ആവശ്യത്തിന് വേണ്ടി നൽകുന്നു. ബാക്കി വരുന്ന മാംസങ്ങൾ കൂട്ടിച്ചേർത്ത് സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇതാണ് ഇതിൽ ശരിയായ രീതിയായി നടന്നു വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ചില കുറുക്കുവിദ്യക്കാരാണ് ഇത്തരം സൂത്രങ്ങൾ മെനഞ്ഞെടുത്തിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അതൊക്കെ പോയി എല്ലാം ഓൺലൈൻ ബിസിനസ് നടക്കുന്നത് പോലെ ഓൺലൈൻ ഉളുഹിയ്യത്ത് സംഘടിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഓഹരിക്ക് 5000 രൂപ അല്ലെങ്കിൽ 6000 രൂപ 6500 രൂപ എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാംസമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവർക്ക് മാംസം കൊടുക്കുന്നു. ഇത് ഏത് മൃഗത്തിൽ നിന്നാണ്,
എങ്ങനെയാണ് ഇത്രയും മൃഗങ്ങളെ ഒന്നായി അറുക്കുന്ന ആളുകൾക്ക് ഒരേ വിലക്ക് മൃഗങ്ങളെ കിട്ടുന്നത്? അപ്പൊ ഇതൊക്കെ വെറും സംഘടനാ പ്രവർത്തനമാക്കി മാറ്റുകയും പൊതുവെ അലസന്മാരായ ആളുകളെ ഒന്നുകൂടി അലസന്മാരാക്കി മാറ്റുകയും ചെയ്യുന്ന, യഥാർത്ഥ ഉലുഹിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആ രീതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്ന സംഘടിത രൂപങ്ങളാണ് ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ശരിയായ രീതി അവലംബിക്കുക. അല്പം ചില പ്രയാസങ്ങൾ ഉണ്ടാകും പൈസ കണക്ക് കൂട്ടുന്നതിലും മാംസം വിതരണം ചെയ്യുന്നതിലും. കാരണം എല്ലാം വേറെ വേറെ കണക്കാക്കേണ്ടി വരും. എന്നാൽ അതാണ് ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടിയുള്ള അറവ് എന്നതാണ് ഇതിന് പരിഹാരമായി പറയാനുള്ളത്. ഇപ്പറഞ്ഞ കാര്യം വ്യക്തമാകുവാൻ കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. കാരണം ഒരു മൃഗത്തിൽ ഒട്ടകമോ മാടോ ആണെങ്കിൽ അതിൽ 7-ൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം പാടില്ല എന്നത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. അത് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നതുമാണ്. ഒരു മൃഗത്തിൽ 7 ആളുകളുടെ പങ്കാളിത്തം മാത്രമേ പാടുള്ളൂ, കൂടിയ എണ്ണം. അതിൽ കുറവ് ആകാം. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ ഗ്രന്ഥമായ ഹാഷിയത്തുൽ ബുജൈരിമി അല്ലെങ്കിൽ തുഹ്ഫത്തുൽ ഹബീബ്, അതിന്റെ 4-ാം വാള്യം 332-ാമത്തെ പേജിൽ ഇങ്ങനെ കാണാം: വഖറജ ബിസ്സബ്അതി മാ ലൗ കാനു അക്തറ കസമാനിയ വഷ്തറകു ഫീ ബദന ഔ ഫീ ബദനതൈൻ ഫലാ തഖഉ അൻ വാഹിദിൻ മിൻഹും. 7 ആളുകളെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് അതിലൂടെ പുറത്തുപോയി മാ ലൗ കാനു അക്തറ കസമാനിയ, 7-ൽ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഏതുപോലെ? 8 പോലെ. അതായത് 7 ആളുകളുടെ പങ്കാളിത്തമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ പറ്റുകയില്ല എന്നർത്ഥം. 8 ആളുകൾ പങ്കാളിയാക്കുന്നത് പോലെ. അങ്ങനെ അവർ ഒരു മൃഗത്തിൽ അല്ലെങ്കിൽ 2 മൃഗത്തിൽ പങ്കാളികളായിക്കൊണ്ട് അറവ് നടത്തിയാൽ, ഇവിടെ 8 ആളുകൾക്ക് ഒരു മൃഗം അത് പറ്റൂല. കാരണം എന്താ? 7-ൽ കൂടുതലായി. ഇനി 8 ആളുകൾ കൂടി ചേർന്ന് 2 മൃഗത്തിൽ പങ്കാളികളായി. ഇന്ന ആളുകൾക്ക് എന്ന് പറയുന്നില്ല, ഒരേ വില കണക്കാക്കുന്നു. അങ്ങനെ 2 എണ്ണത്തിൽ പങ്കാളികളായാൽ ഫലാ തഖഉ അൻ വാഹിദിൻ മിൻഹും, അവരിൽ നിന്ന് ഒരാളിൽ നിന്നും ഈ ഉലുഹിയത്ത് ഉണ്ടാവുകയില്ല, സാധുവാവുകയില്ല. എന്നിട്ട് പിന്നെ വീണ്ടും വിശദീകരിക്കുന്നത് കാണാം. ഇവര് അതിന്റെ എണ്ണം കൂടുതലാണ് എന്നതിന്റെ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വിധിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ എന്തായിരുന്നാലും ശരി, ഔ ലമ്മലഹ ഷാത്തൻ, അല്ലെങ്കിൽ അതിലേക്കൊരു ആടിനെ ചേർത്താൽ, അതായത് ഇപ്പോൾ 8 ആളുകൾ, അപ്പോൾ ഒരു മൃഗവും പിന്നെ ഒരു ആടും, അതായത് ഒരു മാടോ അല്ലെങ്കിൽ ഒട്ടകമോ അതിന്റെ കൂടെ ഒരു ആടും ചേർക്കുക, എന്നാലും പറ്റുകയില്ല. കാരണം എന്താ? ഒരു പോത്തിനെയും ഒരു ആടിനെയും വാങ്ങി എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിന്റെ പണം മൊത്തത്തിൽ വീതിച്ചു, എല്ലാവർക്കും ഒരേ സംഖ്യ. അപ്പോൾ അവിടെ 7 ആളുകൾക്ക് ഒരു മൃഗവും ഒരാൾക്ക് ഒരാടും എന്നല്ല വരുന്നത്. ഇതിന്റെ മുഴുവൻ വിലയിലും എല്ലാവരും പങ്കാളികളാകുന്നു. അങ്ങനെയാണെങ്കിലും സാധുവാവുകയില്ല. കമാലോ ലവിസ്തറക സ്നാനി ഫീ ഷാത്തൈനി ഫലാ യുജ്സിആനി അൻഹുമാ. ഇനി 2 ആടുകളിൽ 2 ആളുകൾ പങ്കാളികളായാൽ, 2 ആളുകൾ കൂടി 2 ആടിനെ വാങ്ങി. അപ്പോൾ ഒരാൾക്ക് ഒരാടിനെ അറക്കാം. പക്ഷെ അവിടെ 2 ആൾ കൂടിയിട്ട് 2 ആടിനെ വാങ്ങി, എന്നാലും അത് സാധുവാവുകയില്ല. ലിഅന്ന കുല്ല ഷാത്തിൻ മുസ്തറഖത്തിൻ ബൈനഹുമാ. കാരണം 2 ആളുകൾ ചേർന്ന് 2 ആടിനെ വാങ്ങിയപ്പോൾ 2 ആടുകളും 2 പേർക്കുമിടയിൽ പങ്കാളിത്തമുള്ളതാണ്. ഒന്നിന്റെ പകുതി ഒരാൾക്ക്, പകുതി മറ്റേ ആൾക്ക്. 2ാമത്തെ ആടിന്റെ പകുതി ഒരാൾക്ക്, പകുതി മറ്റേ ആൾക്ക്. ഫയഹുസ്സു കുല്ല വാഹിദിൻ മിൻഹും നിസ്ഫു ഷാത്തൈനി. 2 ആളുകൾ ചേർന്ന് 2 ആടിനെ വാങ്ങുമ്പോൾ ഓരോ ആടിന്റെ പകുതിയും ഓരോരുത്തർക്കുള്ളതാണ്. അപ്പൊ എന്താ? ഈ ആടിൽ പങ്കാളിത്തം വന്നു. ഈ ഇബാറത്ത് വളരെ വ്യക്തമാണ്. ഇതാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 10 മൃഗത്തെ 70 ആളുകൾ കൂടിച്ചേർന്ന് വാങ്ങി. പലതിനും പല വിലയായിരിക്കാം, പക്ഷെ ഒരുമിച്ച് വാങ്ങുന്നു. എന്നിട്ട് ആ 10 മൃഗങ്ങൾക്ക് എത്ര വിലയായോ ആ വില ചെലവാകുന്ന പൈസയും കൂട്ടി 70 ആളുകൾക്കിടയിൽ വീതിക്കുന്നു. ഇവിടെ ഒരു മൃഗം ഒരാളുടേതാണ് അല്ലെങ്കിൽ 7 പേരുടേതാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. എല്ലാറ്റിലും എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. അതാണ് ഷാഫിഈ മദ്ഹബിലെ ഈ പ്രമുഖ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാചകം സലഫി പണ്ഡിതന്മാരായ ആളുകളും അവരുടെ ഫത്വകളിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഇനി അതേ ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ 334-ാമത്തെ പേജിൽ കാണാം:
വകദാ ലൗ ഇസ്തറക അക്സറു മിൻ സബ്അത്തിൻ ഫീ ബഖറത്തൈനി മുശാഅത്തൈനി ഔ ബദനത്തൈനി കദാലിക. 7 കൂടുതൽ ആളുകൾ 2 മാട് മൃഗങ്ങളിലോ അല്ലെങ്കിൽ 2 ഒട്ടകത്തിലോ, മുശാഅത്ത് എന്ന് പറഞ്ഞാൽ പൊതു പങ്കാളിത്തമുള്ള ഉടമസ്ഥതയിലുള്ള മൃഗങ്ങളിൽ പങ്കാളികളായാൽ ലം യുജ്സ അൻഹും ദാലിക, അത് അവരിൽ നിന്ന് മതിയാവുകയില്ല. ലി അന്ന ദാലിക ലി അന്ന കുല്ല വാഹിദിൻ ലം യഖുസ്സുഹു സുബ്ഉ ബദനത്തിൻ ഔ ബഖറത്തിൻ മിൻ കുല്ലി വാഹിദത്തിൻ മിൻ ദാലിക. ഇവിടെ പൊതുവായി എല്ലാവരും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരേ പൈസ എടുത്ത് അറക്കുന്നത് കൊണ്ട് ഒരു മൃഗത്തിന്റെ 7ൽ 1 ഒരാൾക്ക് എന്നൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇത് ഒന്നുകൂടി ഉദാഹരണ സഹിതം പറഞ്ഞാൽ, 2 മൃഗത്തെ വാങ്ങി എന്ന് വിചാരിക്കുക. ഒന്നിന് 60,000 രൂപയും ഒന്നിന് 80,000 രൂപയും, രണ്ടും കൂടി 1,40,000. അപ്പൊ 2 മൃഗത്തിന്, ഒരു മൃഗത്തിൽ 7 ആളുകൾ എന്ന നിലക്ക് 2 മൃഗത്തിൽ 14 പേർക്ക് പങ്കാളികളാകാം. അപ്പൊ ആകെ ചെലവായ പൈസ 1,40,000. അതിനെ 14 കൊണ്ട് ഹരിച്ചാൽ ഒരു ഓഹരിക്ക് 10,000 വരുന്നു. ഇങ്ങനെയാണ് ഇന്ന് നാട്ടിൽ പല സ്ഥലങ്ങളിലും അറവ് നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഓഹരിക്ക് 10,000 വരുന്നു. അപ്പോൾ ഒരു മൃഗത്തിന്റെ വില 60,000 അതിൽ 6 ആളുകൾ പങ്കാളികളായി. രണ്ടാമത്തെ മൃഗത്തിന്റെ വില 80,000. അപ്പൊ അതിൽ ഓരോരുത്തരുടെയും ഷെയർ 10,000. അപ്പൊ അതിൽ 8 ആളുകൾ പങ്കാളികളായി. ആദ്യത്തെ മൃഗത്തിന്റെ അറവ് 6 വരുന്നുള്ളൂ, 6 ആളുകളെ വരുന്നുള്ളൂ. രണ്ടാമത്തേതിൽ 80,000, ഓരോരുത്തർ 10 രൂപ കൊടുക്കുന്നു. അപ്പോ 8 പേരുടെ പങ്കാളിത്തം ഒരു മൃഗത്തിൽ വന്നു. ഇത് സാധുവല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഒരു മൃഗത്തിൽ 7 ആളുകൾ വരെ പങ്കാളികളാകാം. അതായത് ഒരു മൃഗത്തിന്റെ 7ൽ 1 ഒരാളുടെ ഓഹരി കുറയാൻ പാടില്ല. ഇപ്പൊ ഇവിടെ 8 ആള് വന്നപ്പോ എന്തായി? ആ മൃഗത്തിൽ ഒരാളുടെ ഓഹരി 7ൽ 1 8ൽ 1 വന്നു. അപ്പൊ നബി നിശ്ചയിച്ച ഓഹരി വിഹിതത്തേക്കാൾ അത് കുറവായി എന്നർത്ഥം. ഇനി ഒരു മൃഗത്തെ 50,000 രൂപക്ക് വാങ്ങി എന്ന് വിചാരിക്കുക. അതിൽ എല്ലാവർക്കും ഒരുപോലെ പൈസ എടുക്കാൻ സാധിക്കുകയില്ല. 7 ആളുകൾക്ക് വരെ പങ്കാളികളാകാമല്ലോ. അപ്പൊ കൂടുതൽ പണമുള്ള 2 ആളുകളിൽ നിന്ന് 10,000 വാങ്ങി. അപ്പൊ 2 ഓഹരിക്ക് 20,000 രൂപ. ബാക്കി 30,000 വേണം. അതിന് 6,000 രൂപ വെച്ച് 5 ആളുകളെ പങ്കാളികളാക്കി. 5 × 6 = 30. ആദ്യം പറഞ്ഞ 2 ഓഹരിക്ക് 10,000 വെച്ച് 20, അങ്ങനെ 50 രൂപ. 50,000 ഉറുപ്പികയായി. 7 ആളുകളെ പങ്കാളികളാകുന്നു, 7ൽ കൂടുതൽ പങ്കാളികളായിട്ടില്ല. ഇത് സാധുവാകുമോ? ഇതും സാധുവാവുകയില്ല എന്നർത്ഥം. കാരണം ഇവിടെ ഓഹരി വിഹിതം തുല്യമല്ല എന്നതാണ്. എണ്ണം 7 പക്ഷെ ഓഹരി വിഹിതം തുല്യമല്ല. അതെന്തുകൊണ്ടാണ്? ഈ 6,000 കൊടുത്ത 5 പേരുടെ ഓഹരി വിഹിതം എന്ന് പറയുന്നത് ആ മൃഗത്തിന്റെ 7ൽ 1 വരുന്നില്ല. 50,000ത്തെ 7 കൊണ്ട് ഹരിച്ചാൽ 7,143 രൂപ വരും. 3-നടുത്ത് വരും. ഏതാനും പൈസക്ക് കുറവുണ്ടാവും. എന്നാൽ ഇവർ കൊടുത്തതോ 6,000 രൂപയാണ്. അപ്പൊ ഈ 5 പേരുടെ വിഹിതം 7ൽ 1 എന്നതിൽ കുറവായതുകൊണ്ട് അവരുടെ ഉളുഹിയത്ത് സാധുവാവുകയില്ല എന്നർത്ഥം. അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത്തരം രീതിയിലാണ് ഉളുഹിയത്ത് നടത്തുന്നതെങ്കിൽ അത് സാധുവല്ല എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഉളുഹിയത്ത് നടത്തുവാൻ മാംസം തിന്നലോ മാംസം കൊടുക്കലോ മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിച്ച ഖുർആൻ നിർദ്ദേശത്തിനനുസരിച്ച് ഒരു വലിയ ഇബാദത്താണ്, ഒരു ശഈറത്താണ്, ചിഹ്നമാണ്, തഖ്വയുടെ ഭാഗമാണ് എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും